1963 ഒരു ഞായറാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലെയും സമീപ പ്രദേശത്തെയും എല്ലാ പള്ളികളിലെയും വിശ്വാസികളെ വിളിച്ചുകൂട്ടി ബിഷപ്പായിരുന്ന പീറ്റർ പെരേര സുദീർഘമായ ഒരു പ്രസംഗം നടത്തുകയാണ്. ഒരു ശാസ്ത്ര പദ്ധതി ഇവിടെ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്ന പുരോഗതിയെപ്പറ്റി അദ്ദേഹം തന്റെ വിശ്വാസികളെ ബോധവൽക്കരിക്കുകയാണ്. ഈ പ്രദേശത്ത് നിന്നും നിങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ അനുസരിക്കുവാൻ തയ്യാറുള്ളവർ കൈപൊക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. എല്ലാവരും ഒരു മടിയും കൂടാതെ കൈപൊക്കി. അങ്ങനെ ഒരൊറ്റ പള്ളി പ്രസംഗത്തിലൂടെ അദ്ദേഹം ഒരു ജനതയെ മുഴുവൻ സമാധാനപരമായി യാതൊരു രക്തച്ചൊരിച്ചിലും കൂടാതെ ഒഴിപ്പിച്ചു കൊടുത്തു രാജ്യത്തിനു വേണ്ടി. അതെ, 1963 നവംബർ 21 ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് പറന്നുയർന്ന ഇന്നത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ പിറന്നത് തുമ്പയിലെ സെന്റ് മഗ്ദലീന ദേവാലയത്തിന്റെ ആ പരിസരത്ത് നിന്നുകൊണ്ടായിരുന്നു. ഇന്ത്യയുടെ വികസന കുതിപ്പിൽ സുവർണ അധ്യായമായി മാറിയ ആ പള്ളിയുടെ പ്രാർത്ഥനാ മുറിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആദ്യ ലബോറട്ടറിയായി പ്രവർത്തിച്ചത്. പള്ളിക്ക് സമീപം ഉണ്ടായിരുന്ന പശുത്തൊഴുത്താണ് മറ്റു ശാസ്ത്രജ്ഞർക്ക് വേണ്ടിയുള്ള പരീക്ഷണശാലയായി മാറിയത്. അങ്ങനെ രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി ഒഴിഞ്ഞുപോയ ഒരു ജനതയുടെ പിൻതലമുറക്കാരാണ് ഇന്ന് സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ ക്രൂരമായി അവഗണിക്കപ്പെടുന്നത്. അവർ വികസനത്തിനെതിരല്ല, തങ്ങളുടെ ഒളിച്ചു പോകുന്ന കിടപ്പാടത്തിനും തൊഴിലിനും പകരം പുനരധിവാസവും നഷ്ടപരിഹാരവും നൽകണം എന്ന ന്യായമായ ആവശ്യം മാത്രമാണ് അവർ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നേതൃത്വത്തിൽ 10,000 ദിവസങ്ങളായി നടത്തുന്ന സമരങ്ങൾ പിന്നിടുമ്പോൾ സർക്കാർ എന്തേ നടപടിയെടുക്കാൻ വൈകുന്നു? റോക്കറ്റ് സ്റ്റേഷനു വേണ്ടി ദേവാലയം വിട്ടുതരുമോ എന്ന് വിക്രം സാരാഭായ് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വിട്ടുകൊടുത്തവരെ വികസന വിരോധികളായി മുദ്ര കൊത്തുന്നത് ആരാണ്? അവരുടെ പിന്നിലുള്ള അജണ്ട എന്താണ്? ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ഫാദർ ഷജിൻ ജോസ്. അദ്ദേഹം തിരുവനന്തപുരം അതിരൂപതയുടെ ഫിഷറീസ് മിനിസ്ട്രി ഡയറക്ടറാണ്. ശ്രീ ജോൺസൺ തോമസ്, അദ്ദേഹം ദീപിക ദിനപത്രത്തിലെ മാധ്യമ പ്രവർത്തകൻ. ശ്രീ ഗ്ലേവിയസ് അലക്സാണ്ടർ, സ്വരാജ് ഇന്ത്യ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും അധ്യാപകനും. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ഫാദർ ഷജിനിലാണ് ഈ ചർച്ച ആരംഭിക്കുക. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ ചെറിയ രീതിയിലായിരുന്നു ഇത്രയും നാളുകളായി ഈ സമരത്തെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യുകയാണ്. എന്താണ് ശരിക്കും വിഴിഞ്ഞത്ത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം വരുന്നത്? പലരും ചോദിക്കുന്നത് ഇത്രയും നാളും എന്തുകൊണ്ട് സമരം ഉണ്ടായില്ല എന്ന് പോലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളോടൊക്കെ എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുക? കേൾക്കാമെന്ന് തോന്നുന്നു. അതായത് അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിന് തറക്കല്ലിടുന്നത് 2015 2015 ഈ പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിരൂപതയുടെ നേതൃത്വത്തിൽ തീരദേശവാസികൾ അവരുടെ ആശങ്കകൾ അതിന്റെ അധികൃതരെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അന്ന് സംഭവിച്ചത് 2015 സംഭവിച്ചത് ഈ പ്രാദേശികമായി കുറച്ചു പേരെ കയ്യിലെടുത്തുകൊണ്ട് ഈ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് എതിരായി വരികയും അങ്ങനെ ഈ ജനം ഒരുമിച്ചല്ല എന്നുള്ളൊരു പ്രതീതി പരത്തുകയും ചെയ്തു. മാത്രമല്ല അന്ന് ഈ തിരുവനന്തപുരം കേരളം മുഴുവനും ഇതൊരു വലിയൊരു പദ്ധതിയാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കുന്നവർ വികസന വിരോധികളാണ് എന്നുള്ളൊരു ചാർത്തപ്പെട്ടു. ഈ ചാർത്തപ്പെട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് ഈ ഒരു പദ്ധതി കാരണം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിക്കുകയാണ് എങ്കിൽ ഒരു പാക്കേജ് ഉമ്മൻചാണ്ടി സർക്കാർ വെച്ച് നീട്ടുകയുണ്ടായി. ഏതാണ്ട് 475 കോടി രൂപയുടെ പുനരധിവാസവും തൊഴിൽ നഷ്ടവും വിദ്യാഭ്യാസം എല്ലാം അടങ്ങുന്ന ഒരു പാക്കേജ്. അന്ന് ഈ പാക്കേജ് കൊണ്ടുവന്നപ്പോൾ തീരം നഷ്ടം കാരണം ഭവനം നഷ്ടപ്പെടുകയോ ചെയ്താൽ അവരെ മാന്യമായി പുനരധിവസിപ്പിക്കാം എന്നുള്ള ഒരു വാക്ക് തന്നുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത്. എന്നാൽ 2016 ഇപ്പോൾ സർക്കാർ മാറി. പലപ്പോഴായി 2015 ഇങ്ങോട്ട് ഈ കടലിലേക്ക് പുലിമുട്ടിട്ടതിന് ശേഷം സംഭവിച്ചത് അതിന്റെ വടക്കു വശത്ത് മുഴുവനും ഈ ഓരോ വരി വീടായിട്ട് ഓരോ വർഷവും പോയി തുടങ്ങി. ഇപ്പോൾ അത് 7 വരിയിലേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ പോർട്ടിന്റെ ഒരു പ്ലാൻ തന്നെ കാലാകാലങ്ങളിൽ ഈ തീരശോഷണം ഉണ്ടാകുന്ന തരത്തിലാണ്. അതായത് ഇത് എല്ലാ വർഷവും ഡ്രഡ്ജ് ചെയ്താൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ഇതിന്റെ
ഡിസൈൻ മാറിയപ്പോൾ ഇനി തീരദേശം തന്നെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടും എന്നുള്ളൊരു ഭയമാണ് ഇന്നത്തെ ഈ തീരദേശവാസികൾക്കുള്ളത്. ഇന്ന് വലിയതുറ മേഖലയിലെ 7 വരി കുടുംബങ്ങളാകാം. അപ്പോ ഈ 7 വരി കുടുംബങ്ങളെ മാന്യമായിട്ട് പുനരധിവസിപ്പിക്കാൻ പറഞ്ഞ പാക്കേജിന് സാധിക്കുന്നില്ല എങ്കിൽ വരും കാലങ്ങളിൽ എന്തുമാത്രം തീരദേശ ജനത അനുഭവിക്കേണ്ടി വരും. ഇതാണ് ഇന്നത്തെ ഈ സമരം എന്ന് പറയുന്നത് ഇന്ന് കിടന്നത് ആദ്യം വന്നതൊന്നും അല്ല. 2021 നമ്മുടെ അഭിവന്ദ്യ സൂസപ്പ കിണ്ടിരാവിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണുകയും പല നിവേദനങ്ങൾ, ഒന്നല്ല രണ്ടല്ല, പല നിവേദനങ്ങൾ സമർപ്പിക്കുകയും അതിനൊന്നിനും മറുപടി ലഭിക്കാത്തത് കാരണം അഭിവന്ദ്യ പിതാവ് നേരിട്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. അപ്പോൾ ഈ മന്ത്രിസഭയിൽ നിന്ന് 3 പേരെ ചർച്ചയ്ക്ക് വേണ്ടി എടുത്തു. അവർ പല പ്രാവശ്യവും ബിഷപ്പ് ഹൗസിലേക്ക് വരികയും കുറെ ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഈ ചർച്ചകളിലൊക്കെ അവർ ചെയ്യുന്നതിനെ കുറിച്ച് ന്യായീകരിക്കുവാനല്ലാതെ വന്നുപോയ നഷ്ടത്തെ അതിനെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും നാളിതുവരെ ഉണ്ടായില്ല എന്നതാണ് ഖേദകരം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2018 ഒരു 280ഓളം ഭവനങ്ങൾ അവർ വെച്ചു കൊടുക്കുകയും അവരെ മാറി താമസിക്കുകയും ചെയ്തു. അതുവരെ ഭവന നഷ്ടം സംഭവിച്ചവർ. പക്ഷേ 2018 ഭവന നഷ്ടം സംഭവിച്ച് ഗോഡൌണുകളിലും സ്കൂൾ ക്യാമ്പുകളിലേക്കും ഒക്കെ മാറ്റി താമസിപ്പിക്കപ്പെട്ടവർക്ക് ഇതുവരെ ഒരു പുനരധിവാസം കൊടുക്കുവാൻ സാധിച്ചിട്ട് പലപ്പോഴായി ഞങ്ങൾ നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ചെയ്തുവെങ്കിലും സർക്കാർ അതിനെതിരെ ഒരു ചിത്തമനയവും പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവമാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ സമരം തന്നെ വളരെ ശാന്തമായി തുടങ്ങിയ ഒരു സമരമാണ്. ഞങ്ങളുടെ ആദ്യത്തെ 10 ദിവസം പോലീസ് പോലും പറയുന്നു ഇതുപോലൊരു ശാന്തമായ ഒരു സമരം. കാരണം അതെല്ലാം വൈദികരുടെയും നേതൃത്വത്തിലും അതിരൂപത നേതൃത്വത്തിലുമാണ് ഈ സമരം നടന്നു വന്നത്. അന്ന് മുഴുവനും രണ്ടാമത്തെ ദിവസം തന്നെ ഈ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം, അത് ന്യായമായി പരിഹരിക്കും എന്ന് പറഞ്ഞതല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും അങ്ങനെയാണ് പറഞ്ഞത്. പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമില്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നാണ് ബോധ്യമില്ല. ഉണ്ടെങ്കിൽ പരിഹരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന്. പിന്നീട് ഈ സമരം വളർന്നു വരികയായിരുന്നു. അതായത് തീരദേശ ജനത ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് തങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടും. നേരത്തെ സാർ പറഞ്ഞതുപോലെ VSSക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഇടവക തുമ്പ മുഴുവനുമാണ് മാറിയതെങ്കിൽ ഇനി ഈ വലിയതുറ മുതൽ അതിന്റെ വടക്കോട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളും കടലെടുക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി പാർപ്പിക്കേണ്ടി വരികയും ചെയ്യും. കാരണം അതിന്റെ ഒരു 50 മീറ്ററെ കടലും മറ്റേ ഇതുമായിട്ട് ബന്ധമുള്ളൂ. ബാക്കിയുള്ള എല്ലാം എന്തെങ്കിലുമൊക്കെ ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ച് ഈ തീരദേശ ജനതയെ കടലിനോട് ചേർത്ത് നിർത്തി വികസനത്തിൽ നിന്നും അത് അറിഞ്ഞോ അറിയാതെയോ പൊതുസമൂഹത്തിൽ സംഭവിച്ചു പോയത്. വലിയതുറയ്ക്ക് ഇപ്പോൾ വടക്കോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഒന്ന് CVH ഫോം കാണാം, അതിന് തീരദേശത്തേക്ക് ജനത്തെ ഒത്തുനിർത്തിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് എയർപോർട്ട് കാണാം, അതിനും തീരദേശത്തേക്ക്. അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ ഏരിയ കാണാം, അതിനും. അത് കഴിഞ്ഞ് VSSC, അത് കഴിഞ്ഞ് വീണ്ടും കിൻഫ്രൈഡ്. അപ്പോ തീരദേശത്തേക്ക് ഒരു സ്ട്രിപ്പായിട്ട് മാത്രം തീരം കിടക്കുകയും ഈ തീരങ്ങൾ കടലെടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു പുനരധിവാസം സാധ്യമല്ല ഒരു ബോധ്യത്തിലേക്കാണ് ഇന്ന് തീരദേശ ജനത വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് അധികാരികളുടെ കണ്ണു തുറക്കാൻ സമരമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഈ അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും ഒക്കെ ഒരു പണിയുമില്ല സമരത്തിന് ഉച്ചവെയിലെത്തിരിക്കാൻ. പക്ഷെ ഈ ജനത്തിനുണ്ടാകുന്ന നഷ്ടം അത് തീരാ നഷ്ടമാണെന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സഭ ഇതിന് മുൻകൈ എടുക്കുന്നതും ഇതൊരു പുനരധിവാസത്തിലേക്ക് എടുക്കാൻ. ഇനി പുനരധിവാസം മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന 7 എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള തീർച്ചയായും വളരെ വളരെ കൃത്യമായിട്ട് ഈ സമരത്തിന്റെ പശ്ചാത്തലം പറഞ്ഞു. ശ്രീ ജോൺസൺ, അങ്ങ് ഈ സമരത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ. ഇവിടെ ശരിക്കും എന്താണ് സംഭവം? ഒന്ന് ആലോചിച്ച് നോക്കൂ. സെക്രട്ടേറിയറ്റിൽ നിന്ന് 5-6 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഈ പ്രദേശത്തൊക്കെ എത്താവുന്ന സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളൊക്കെ തന്നെ എല്ലാ കാലത്തും വളരെ ടൂറിസം നമ്മൾ വളരെയധികം കോവളത്തേക്കുമൊക്കെ നമ്മൾ ടൂർ പോകുന്ന ആളുകൾ എന്ന നിലയിൽ പോലും കൗതുകത്തോടെ കോവളത്തെ കണ്ടിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പൊ ശംഖുമുഖത്തേക്ക് നമ്മൾ പോയിക്കോളൂ, നമുക്ക് എത്ര വിഷമകരമാണ് ശംഖുമുഖത്തെ കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് വളരെ എവിഡന്റ്ലി കാണാൻ പറ്റും. എയർപോർട്ടിലേക്ക് പോകുന്ന വഴികളിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതിനേക്കാളും എത്രയോ ഭീകരമായിരിക്കും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ സമൂഹം അനുഭവിക്കുന്ന വേദന, യാതന.
എന്തുകൊണ്ടായിരിക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് 5 കിലോമീറ്റർ അധികം പോലും യാത്ര ചെയ്യാൻ സഞ്ചരിച്ചാൽ കാണാൻ കഴിയുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ മന്ത്രിമാർക്കും ബോധ്യമില്ലാതെ പോകുന്നത്? ഇനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നടപടി എടുക്കാമെന്ന ഒഴുക്കൻ വർത്തമാനം മാത്രം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സമൂഹം, നമ്മുടെ മന്ത്രിസഭ അല്ലെങ്കിൽ നമ്മുടെ അധികാരികളൊക്കെ ഈ സമൂഹത്തെ ഇങ്ങനെ പറ്റിക്കുന്നത്? എന്താണ് അങ്ങയുടെ നിരീക്ഷണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 2018 കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയത്തില് നിസ്വാർത്ഥമായിട്ട് തങ്ങളുടെ എല്ലാ ജോലിയും മറ്റു താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നാടൊട്ടുക്കും ഓടിയവരാണ് മത്സ്യത്തൊഴിലാളികൾ, തീരത്തെ പ്രദേശത്തുള്ളവർ. അപ്പൊ അവരുടെ വള്ളവും ബോട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് രാവും പകലും ഇല്ലാതെ വന്ന് നാട്ടിലെമ്പാടും ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ നമ്മളന്ന് പാടിപ്പുകഴ്ത്തുകയും വേദികളിൽ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരോടൊരു നന്ദി കാണിക്കേണ്ട സമയമാണ് ഇത്. കാരണം നമ്മുടെ നിലനിൽപ്പിന് ഭീഷണി വന്നപ്പോഴത്തേക്ക് അവർ വലിയ സഹായഹസ്തവുമായിട്ട് ഓടിയെത്തി. ഇന്ന് അവരുടെ നിലനിൽപ്പിന് ഒരു ഭീഷണിയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു സംഭവം അരങ്ങേറുമ്പോൾ, ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനെ പരിഹരിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കേരള ഭരണകൂടത്തിനും കേരള സമൂഹത്തിനും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിനെ വേണ്ടത്ര രീതിയിൽ വിലമതിക്കുന്നുണ്ടോ, അവരുടെ യാതനകളെ, അവരുടെ കഷ്ടപ്പാടുകളെ വേണ്ടത്ര രീതിയിൽ വിലമതിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. കാരണം അല്ലെങ്കിൽ ഈ സമരം ഇത്രയും ദിവസം നീളേണ്ട കാര്യമില്ല. ഒരു സഭാധ്യക്ഷന്മാരുടെ നേതൃത്വത്തില് വൈദികര് ഒന്നടങ്കം സെക്രട്ടേറിയറ്റ് നടയില് നിരവധി ദിവസങ്ങള് വ്യാപകലില്ലാതെ കുത്തിയിരുന്നപ്പോൾ തീർച്ചയായും അവിടെ ഒരു ചർച്ച നടക്കേണ്ടതും അതിനവിടെ തീരുമാനം ഉണ്ടാകേണ്ടതുമായിരുന്നു. അതെ. പക്ഷെ അത് തീരുമാനം ഉണ്ടാകാതെ ജനങ്ങളെ മൊത്തം ഇളക്കുന്ന രീതിയിൽ അവർ തെരുവിൽ ഇറങ്ങേണ്ട, അവരുടെ തൊഴിലും മറ്റും ഉപേക്ഷിച്ച് അവർ തെരുവിൽ സമരത്തിന് വരേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ലിത്. കാരണം എന്താന്ന് വെച്ചാല് കേരളത്തിൽ ഏത് പ്രധാന വികസനം നടന്നാലും അതിന് ഇരകളാക്കപ്പെടുന്ന കുറെ മനുഷ്യരുണ്ട്. നമുക്ക് കേരളത്തിലെ പല വികസന പദ്ധതികളുടെയും ഇരകളാക്കപ്പെട്ടവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ആദ്യം പോലെ മോഹന വാഗ്ദാനങ്ങൾ നിരവധി കൊടുക്കും. പക്ഷെ പലപ്പോഴും യാഥാർത്ഥ്യത്തോടടുത്ത് ഇവർക്ക് ഉള്ള തിരിച്ചടികൾ ഉണ്ടായി തുടങ്ങുമ്പോൾ അത് പരിഹരിക്കുവാനോ അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനോ ഭരണകൂടങ്ങൾ പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് വീണ്ടും ഇവിടെ നടക്കുന്നത് എന്നുള്ളത് വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പല വലിയ വികസന പദ്ധതികൾക്കെതിരെയും ജനങ്ങൾ രോഷം കൊള്ളുന്നതിന്റെ, ഇപ്പൊ കേരളയിലൊക്കെ വന്നപ്പോഴത്തേക്ക് സിൽവർ ലൈൻ പദ്ധതി പോലുള്ള പദ്ധതികൾക്കെതിരെ ജനം ഒന്നടങ്കം രോഷത്തോടെ രംഗത്തിറങ്ങുന്നതിന്റെ ഒരു പ്രധാന കാരണവും ഇത് തന്നെയാണ്, അവരുടെ അനുഭവങ്ങളാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള പുനരധിവാസവും മറ്റു കാര്യങ്ങളും വലിയ വായിൽ വാഗ്ദാനം ചെയ്യും. പക്ഷെ യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോഴത്തേക്ക് തികച്ചും കയ്പ് നിറഞ്ഞ അനുഭവം മാത്രമായിരിക്കും. അത് അനുഭവിക്കുവാൻ അവര് മാത്രമേ കാണുകയുള്ളൂ. ആരും അവരെ സഹായിക്കാൻ ഉണ്ടാവില്ല. അവരുടെ രോദനങ്ങളും അവരുടെ നിലവിളികളും ഒക്കെ ബധിരകർണങ്ങളിൽ പതിക്കുന്ന പതിവ് കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വൻ വികസന പദ്ധതികൾക്കെതിരെ ജനങ്ങൾ രംഗത്ത് വരുന്നതിന്റെ ഒരു പ്രധാന കാരണവും ഭരണകൂടം ഇങ്ങനെയുള്ള ജനങ്ങളുടെ മുറവിളികൾക്കെതിരെ നിശബ്ദത പാലിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നതാണ്. തീർച്ചയായും സെക്രട്ടേറിയറ്റിന്റെ ആലോചിച്ച് നോക്കൂ, ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു, കാണുകയായിരുന്നു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ എത്ര സജീവമായിട്ടാണ് ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ ഒത്തുചേരുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന തന്നെയുണ്ട്, വേണ്ടി വന്നാൽ മത്സ്യത്തൊഴിലാളികളെ പിന്തുണയ്ക്കുവാൻ താമസവും പ്രാർത്ഥനയും സമരപന്തലിൽ തന്നെ നടത്തുമെന്ന്. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടക്കുമ്പോൾ പോലും സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് അത് തീർത്തും അപലപനീയമല്ലേ? തീർച്ചയായും എനിക്ക് തോന്നുന്നത് സർക്കാർ ഇത് വലിയ ഈ സമരം നീട്ടിക്കൊണ്ട് പോകുന്നത് വലിയ അബദ്ധത്തിലേക്കാണ് നീങ്ങുന്നത്. കാരണം മത്സ്യത്തൊഴിലാളികൾ അവരുടെ നിലനിൽപ്പിനും വേണ്ടി അവരുടെ ജീവിതം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവർക്കിനിയും ഈ സമരമാർഗമല്ലാതെ മറ്റൊന്നും അവരുടെ മുന്നിലില്ല. അപ്പൊ തീർച്ചയായും ഈ സമരം ഇനിയും ഏത് തരത്തിലേക്ക് വളരും. ഇത് കേരളത്തിലെമ്പാടും വലിയ പ്രതിഫലനം സൃഷ്ടിക്കുന്ന വലിയൊരു ജനമുന്നേറ്റമായി മാറും. അത് അധികാരത്തിലിരിക്കുന്നവർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ വലിയ തിരിച്ചടികൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയമായ തിരിച്ചടികൾക്കുമൊക്കെ കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. കാരണം ഈ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിലും കൊച്ചിയിലും ഒക്കെ ഇതിനകം തന്നെ സമര രംഗത്തേക്ക് ജനങ്ങൾ വരാൻ തയ്യാറാണ് എന്നുള്ള സൂചന ലഭിച്ചു കഴിഞ്ഞു.
ഇതിപ്പോ അധികം വൈകാതെ തന്നെ പൊതുസമൂഹം ഈ സമരം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു മുമ്പേ ഇതിന് ഉചിതമായ പരിഹാര നടപടികൾ സ്വീകരിക്കുകയാണ് സർക്കാരിന് മുന്നിൽ ഉചിതമായ നടപടി എടുക്കുന്നതാണ് സർക്കാരിന് നല്ലത് എന്ന ഒരു ചിന്തയാണ് ശ്രീ ജോൺസൺ പങ്കുവയ്ക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. എന്റെ ഈ ചർച്ചയിൽ അധ്യാപകനായി അങ്ങ് ജോയിൻ ചെയ്യുന്ന ഈ ചർച്ചയിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയുടെ ഒരു പ്രസ്താവന നോക്കുകയായിരുന്നു. മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പറയുകയാണ് സാർ, അതായത് വിഴിഞ്ഞത്ത് സമരം നടത്തുന്ന പുറത്തുനിന്ന് എത്തിയവരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വിഴിഞ്ഞത്തെ സമരത്തിൽ വിഴിഞ്ഞത്തുകാർക്ക് പങ്കില്ല. സർക്കാർ വിഴിഞ്ഞത്തെ പൗരപ്രമുഖന്മാരും ജനപ്രതിനിധികളുമായി വിശദമായി ചർച്ച നടത്തിയിരുന്നു. അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സംവിധാനം ഉണ്ടാക്കിയതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള നടപടിയുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇന്നലെ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. സോ ഈ ചോദ്യം അങ്ങയോടാണ്. എങ്ങനെയാണ് ഈ ഒരു നിരീക്ഷണത്തെ അങ്ങ് കാണുന്നത്? മന്ത്രി ഇങ്ങനെ പറയുകയാണ്. ശ്രീ ഗ്ലേവിയസ് അലക്സാണ്ടർ ഇത്തരം പ്രസ്താവനകൾ എങ്ങനെ കാണുന്നു? സമരത്തിന്റെ ഭാഗമായി വ്യക്തി നിലയിൽ അങ്ങയുടെ പ്രതികരണം. വളരെ പ്രശസ്തമായ ഒരു ചോദ്യവും, ഈ കോട്ടയത്ത് എത്ര മത്തായിമാർ ഉണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് അത് മറുപടി പറയാൻ പറ്റും. അതുപോലെ വിഴിഞ്ഞത്ത് എത്ര മേരിമാരുണ്ട് എന്ന് ചോദിച്ചാൽ ഈ അഹമ്മദ് ദേവർഗോവിൽ എന്ന് മാത്രമല്ല അവിടെ വികാരിയായിരിക്കുന്ന അച്ഛന് പോലും പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ ഒന്ന്, ഒരു ജനതയെ, ആ ജനതയെ ഉന്നയിക്കുന്ന സമരത്തിന് കാരണമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ, ആ ജനതയുടെ ചരിത്രം, ആ സമരത്തിന്റെ പശ്ചാത്തലം, ഇതൊന്നും മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി ഒരു ഉത്തരവാദിത്വപ്പെട്ട മന്ത്രിസഭയിലെ ഉത്തരവാദിത്വപ്പെട്ട ഒരു അംഗം നടത്തിയ പ്രസ്താവന ആ സമരത്തിലായിരിക്കുന്ന സമുദായത്തെ മാത്രമല്ല, തൊഴിലാളികളെ മാത്രമല്ല, സമുദായത്തെ മാത്രമല്ല, അത് കേരളീയ പൊതുസമൂഹത്തെ മുഴുവൻ അവഹേളിക്കുന്ന ഒരു പ്രസ്താവന. കാരണം നമ്മുടെ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കൊന്നും സാധാരണ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല, അവർ ശ്രമിക്കില്ല. പകരം ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ, കാരണം അദ്ദേഹം ഇന്നലത്തെ ഉദ്യോഗസ്ഥന്മാരുടെ, പോർട്ട് തുറമുഖവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അവലോക യോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഇട്ട കുറിപ്പ് തന്നെ അതിന് ഉദാഹരണമാണ്. എന്ന് വെച്ചാൽ അദാനി പോർട്ട് ഇപ്പോൾ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷ സംബന്ധമായ വിഷയങ്ങൾ കൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്തത് കൊണ്ടൊന്നും അല്ല, അത് പുനരാരംഭിക്കും. ഇപ്പോൾ അദാനി പോർട്ടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പാറ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പൊ എത്ര അദ്ദേഹം പറഞ്ഞ രാജ്യത്തെ എല്ലാ പോർട്ടുകളും ഈ മൺസൂൺ സമയത്ത് അടയ്ക്കാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു വാർത്തയ്ക്കുള്ള സ്കോപ്പ് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞത്. അതെ അതെ അതെ. അപ്പോ ഇപ്പോ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ 5000-ലധികം ക്വാറികൾ പ്രവർത്തിക്കുന്നു. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ 500 ചില്ലുവാനാണ്. ബാക്കിയെല്ലാം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ക്വാറികളാണ്. അതെ. ഇപ്പോൾ അദാനിക്ക് ആവശ്യമായ പാറ ഉറപ്പാക്കാൻ 800 പുതിയ കരിങ്കൽ ക്വാറികൾ കൂടി കേരളത്തിന്റെ പല ഭാഗത്തും ലൈസൻസ് കൊടുക്കാൻ തീരുമാനമായതായി അറിയുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില സംഘടനകൾ ഈ മാസം 31 സെക്രട്ടേറിയറ്റിൽ സമരം ആരംഭിക്കുന്നതായ വാർത്തകളും വരുന്നു. അപ്പോ ഒരു ജനതയുടെ ജലത്തിന് പുറത്ത് എടുത്തിട്ട മത്സ്യത്തെ പോലെ പെടയുന്ന ഒരു ജനതയുടെ നിലവിളി കേൾക്കുക എന്നുള്ളതല്ല, അദാനിക്ക് ആവശ്യമായ നിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയൽസും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും നടത്തിക്കൊടുക്കുന്ന എന്നുമെന്ന് ആ സമരമുഖത്തിലായിരിക്കുന്ന ജനതയെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു ഭരണാധികാരി യഥാർത്ഥത്തിൽ ആ സ്ഥാനത്ത് തുടരാൻ, ജനത്തിന്റെ താല്പര്യം, അടിസ്ഥാന ജനവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായി ഞാൻ പറയുന്നില്ല. അഹമ്മദ് ദേവർഗോവിൽ എങ്ങനെയാണ് ഒരു മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുക? അപ്പൊ അത്
ചില സൂചനകളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, തുടർച്ചയായ പ്രസ്താവനകളും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ചില കുറിപ്പുകളും ഒക്കെ വെളിവാക്കുന്നത് അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല. സത്യത്തിൽ ഈ സർക്കാരിന് ഈ പദ്ധതിയുമായി എന്ത് ബാധ്യതയാണ്? 100 കോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയെ പിന്തുണയ്ക്കാനും അതിനാവശ്യമായ ഒത്താശ ചെയ്തു കൊടുക്കാനും ഈ സർക്കാരിന് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമില്ല എന്നിരിക്കെ ഈ സർക്കാരിന് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വമുള്ള, കടപ്പാടുള്ള, ധാർമ്മികമായി പിന്തുണയ്ക്കേണ്ട ഒരു ജനതയെ തള്ളിപ്പറയുന്ന ഒരു ചരിത്ര വൈപര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഇത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന്റെ വിഷയം മാത്രം. ഇന്ത്യ രാജ്യം മുഴുവൻ നടക്കുന്ന, ജാർഖണ്ഡിൽ നടക്കുന്ന, അവിടെ അദാനിയുടെ കൽക്കരി ഖനന കൽക്കരി ക്വാറികൾ അവിടെ പ്രവർത്തിക്കുന്നു. അവിടെ ആദിവാസികൾ സമരം ചെയ്യുന്നു. നമ്മൾ കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾ, കേരളയിൽ വിട്ട സമരം ഇവിടെ സൂചിപ്പിച്ചു ശ്രീ ജോൺസൺ ജി സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മൂലമ്പള്ളി നമുക്കറിയാം, അവിടെ വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട 40 വർഷം കൊടുക്കാതെ അവരെ ചതിച്ച് അവർ റോഡിലും തെരുവിലുമായിരിക്കുന്നു. പ്ലാച്ചിമട സമരം, എൻഡോസൾഫാൻ ഇരകളുടെ സമരം, ആദിവാസി ഗോത്രമേഖലകളിൽ നടക്കുന്ന സമരം, ഇതിനൊക്കെ എല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണ് വികസനം എന്ന് പറയുന്നത്? അതിന് ഇരയാക്കപ്പെടുന്നത് എന്നും സാധാരണക്കാരായ മനുഷ്യരാണ്. തൊഴിലാളികളാണ്. മണ്ണിൽ പണിയെടുക്കുന്ന, കടലിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. അതും തദ്ദേശീയ ജനതയാണ്. പലപ്പോഴും നമുക്കറിയാം, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. ഞാൻ നേരത്തെ ക്വാറികളുടെ കാര്യം പറഞ്ഞു. കേരളത്തെ തുരന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ക്രോണി ക്യാപിറ്റലിസം, ക്യാപിറ്റൽ താല്പര്യങ്ങൾ. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനം, ഈ രാജ്യത്തെ, ഈ സംസ്ഥാനം നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ, അങ്ങനെ പരിസ്ഥിതിയെ അതിഗുരുതരമായി ബാധിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിൽ. ഇത് ഏറ്റവും നമ്മുടെ ഭൂമിയുടെ, കേരളത്തിന്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഫ്രജൈലായിട്ടുള്ള, എളുപ്പത്തിൽ വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമുക്ക്. അവിടെ നമുക്കറിയാം, കവളപ്പാറ ഉൾപ്പെടെ ഒരു പ്രളയമുണ്ടായപ്പോൾ ഉണ്ടായ മണ്ണിടിച്ചിലുകൾ, മല മുഴുവൻ ഒഴുകി വരുന്ന കാഴ്ച, ജീവനോടെ മനുഷ്യൻ അതിന്റെ അടിയിലേക്കാകുന്ന കാഴ്ച. അപ്പൊ എന്ത് നവകേരള സൃഷ്ടിയെ കുറിച്ചാണ് ഈ ഗവൺമെന്റ് സംസാരിക്കുന്നത്? എന്ത് പുരോഗമനമാണ് ഈ ഗവൺമെന്റുകൾ സംസാരിക്കുന്നത്? തീർച്ചയായും ഞാൻ തിരിച്ചു വരാം ശ്രീ ഗ്ലൈവിസ്, ഞാൻ തിരിച്ചു വരാം. ഞാൻ ഫാദറിലേക്ക് പോവാണ്. ഫാദർ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത് ഈ നിലയ്ക്കാണ്. അതായത് ഇത്തരത്തിലുള്ള ഒരു സമരവുമായിട്ട് ഈ ഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു, അത് 100% വാസ്തവമാണ്. പക്ഷെ ഇവിടെ ഇതിനെ എതിർക്കുന്ന ആളുകൾ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ ഇതാണ്: ആഗോള താപനം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം, ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും ഉള്ള ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാനഡയെയും അല്ലെങ്കിൽ US-നെയും യൂറോപ്പിനെയും എല്ലാ രാജ്യങ്ങളെയും നമ്മൾ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മഴകൾ പെയ്യുന്ന ആ കാലത്തിൽ പോലുമുള്ള മാറ്റം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. അപ്പോൾ അത് അഡാനിയുടെ ഒരു പോർട്ട് വന്നത് കൊണ്ടല്ല, ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന്റെ ഒരു അടയാളം മാത്രമാണ് ഇപ്പോൾ കടൽക്ഷോഭവും അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ലൊരു ചോദ്യമാണ്. പൊതുജനത്തിനുള്ള ഏറ്റവും വലിയ സംശയവും ഇത് തന്നെയാണ്. ഇത് ആഗോള സ്ഥാപനത്തിന്റെ കാരണമല്ലേ ഇത്രയും നിഷേധിക്കുന്നില്ല. ഞങ്ങൾ തീരദേശത്ത് വളർന്നു വന്നവരാണ്. ഞാനും തീരദേശവാസിയാണ്. എന്റെ വീടും തീരദേശത്താണ്. ഈ പറയുന്ന ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കടലെടുക്കും. മൺസൂണാണ്, കടലെടുക്കും. തീരം ഒരുപാട് പോകും. പക്ഷേ ഞങ്ങൾക്ക് ആ തീരം പോകുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു. ആ പരിധി കഴിഞ്ഞ് ഇങ്ങോട്ട് തീരം വരില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് അതല്ല. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അദാനിയുടെ പോർട്ട് വരുമ്പോൾ ഉണ്ടായ ഒരു എൻവയറമെന്റ് എൻവയറമെന്റ് ഇമ്പാക്ട് സ്റ്റഡി പറയുന്നത് പോലും അതിന്റെ വടക്ക് വശത്ത് തീരം പോവുകയും തെക്ക് വശത്ത് തീരം വയ്ക്കുകയും ചെയ്യുമെന്ന്. ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിംഗ് ആണ് ഇതിന്റെ കാരണമെങ്കിൽ എന്തുകൊണ്ട് വിഴിഞ്ഞത്തിന് തെക്ക് വശത്ത് അടിമല തുറ മുതൽ പൂവാറ് വരെയുള്ള പ്രദേശങ്ങൾ വീണ്ടും വീണ്ടും തീരം കൂടിക്കൊണ്ടേയിരിക്കുന്നു? വടക്ക് വശത്താകട്ടെ വറ്റിത്തുറ മുതൽ ഇങ്ങോട്ട് തീരം പൊയ്ക്കൊണ്ടേയിരിക്കും. ഇങ്ങോട്ടെന്ന് പറയുന്നത് മാമ്പള്ളി 5 നിന്ന് മാമ്പള്ളി വരെയൊക്കെ ഇതിന്റെ തീരത്തിന്റെ ഇത് ശോഷണം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മാത്രം ഇത് ഗ്ലോബൽ വാർമിങ്ങോ
ഈ അദാനിയുടെ പോർട്ടിന്റെ തെക്ക് വശത്ത് ഈ ഗ്ലോബൽ വാർമിംഗ് ഇതുവരെ അഫക്ട് ചെയ്യാത്ത എന്തുകൊണ്ട്? അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് പോലും. ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുമ്പോൾ എല്ലാ തീരവും ഒരുപോലെ അല്ലെങ്കിൽ കൂടുതൽ തീരശോഷണത്തിന് ഇടയാകുന്ന തീരം കൂടുതൽ ഉണ്ടാകണം. പക്ഷെ ഇതങ്ങനെയല്ല. ഒരേ നേച്ചറുള്ള ഒരു തീരമാണ്. കന്യാകുമാരി മുതൽ കൊല്ലം വരെയുള്ള ഒരേ നേച്ചറുള്ള ഒരു കടൽ തീരവുമാണ്. പക്ഷെ അതിൽ പോലും അദാനിയുടെ പോർട്ടിന്റെ വടക്കു വശം തീരശോഷണവും തെക്ക് വശം തീരം വൈക്കലും നടക്കുന്നത് എന്തുകൊണ്ട്? ഇത് പ്രധാനമായിട്ടും ഈ കടലിന്റെ ഒരു ഒഴുക്കിനനുസരിച്ചുള്ള മണ്ണൊഴുക്കും തിരിച്ചുള്ള ഒഴുക്ക് നടക്കാതിരിക്കുകയും സംഭവിക്കുന്നതാണ്. ഇതാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്, ഞങ്ങളുടെ ആശങ്കയായിട്ട് പറഞ്ഞ് ഇന്നത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ഗ്ലോബൽ വാർമിംഗിന്റെ മാത്രം പ്രശ്നമല്ല. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടോ എന്നുള്ളത് അത് മറ്റ് എല്ലാ തീരത്തെയും നോക്കി പഠിക്കട്ടെ. എവിടെയൊക്കെ തീരശോഷണം സംഭവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ, പ്രത്യേകിച്ച് അറബിക്കടലിന്റെ കേരളത്തിന്റെ തീരങ്ങളിൽ എവിടെയൊക്കെ തീരശോഷണം സംഭവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഒന്നുകിൽ ഈ ഡ്രഡ്ജിങ് കരിമണൽ ഖനനം ആലപ്പുഴയിലെ കരിമണൽ ഖനനമാണ് അവിടുത്തെ പ്രത്യേകത. തീരശോഷണത്തിന് കാരണം. തിരുവനന്തപുരത്താണെങ്കിൽ ഇത് കടലിലേക്കുള്ള നിർമ്മിതിയാണ്. ഈ മണലിന്റെ ഒഴുക്ക് തടയുന്ന നിർമ്മിതി എവിടെയൊക്കെയാണോ കടലിൽ സംഭവിച്ചിട്ടുണ്ട് അവിടെയൊക്കെ തീരശോഷണം അതിന്റെ വടക്കു വശത്ത് തീരശോഷണം സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നത്, ശാസ്ത്രജ്ഞർ പോലും പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഒന്നാമത്തെ ഡിമാൻഡായിട്ട് ഞങ്ങൾ വയ്ക്കുന്നത് ഈ തീരശോഷണത്തെ കുറിച്ചുള്ള കാരണങ്ങൾ. അത് ഇത്രയും നാളും പഠിച്ചതുപോലെയല്ല, മറിച്ച് ഞങ്ങൾക്ക് തീരദേശത്ത് ഈ ഡോക്ടറേറ്റ് പ്രത്യേകിച്ച് ആഴക്കടൽ സെഡിമെന്റ് ട്രാൻസ്പോർട്ടേഷനിൽ ഒരു ഡിഗ്രി പോലുമുള്ള ആൾക്കാർ ഇന്ന് ഞങ്ങളുടെ തീരത്തുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം നടത്തട്ടെ. ആ പഠനം അപ്പോൾ ഇത്തരത്തിലുള്ള പഠനങ്ങളൊന്നും ഇതിന്റെ ഈ ഘട്ടം വരെ ഉണ്ടായിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പഠനങ്ങൾ ഇല്ല എന്നല്ല. ഈ പഠനങ്ങൾ എന്ന് പറയുന്നത് അദാനിക്ക് വേണ്ടിയുള്ള പഠനങ്ങളാണ്. അദാനി സ്പോൺസർ ചെയ്ത പഠനങ്ങളാണ്. കോടതി പോലും പറഞ്ഞിരിക്കുന്നത് അദാനിയുടെ ചെലവിൽ വേണം ഈ പഠനം നടത്താൻ വേണ്ടി. അയാളുടെ ചെലവിൽ പഠനം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പഠനം നടത്തുന്ന ആർക്കനുകൂലമായിട്ട് എഴുതുന്നത് ഈ സാധാരണ ഇതൊരു തീരശോഷണം സംഭവിക്കുന്ന മേഖലയിൽ നമ്മൾ എല്ലാവർക്കും അറിയാൻ ശംഖുമുഖം എന്ന് പറയുന്നത് പണ്ട് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തീരശോഷണം സംഭവിച്ചിരുന്നു. പക്ഷെ ആ റോഡൊന്നും ഒരു കേടും ഉണ്ടായിരുന്നില്ല 2015 വരെ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ റോഡ് പോയിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പോലും പോകാൻ സാധിക്കാതെ കഴിഞ്ഞ 1.5 വർഷം അത് അടഞ്ഞു കിടന്നു. ഇപ്പോഴാണ് അത് വീണ്ടും പുനർനിർമ്മിച്ചത്. എത്ര നാളത്തേക്കൊന്നും അറിയില്ല. അപ്പൊ ഇപ്പോൾ ആ തീരം വയ്ക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്ന് പറയുന്നതും ഇത് ആ തീരം വയ്ക്കാതിരിക്കുന്ന സമയങ്ങളിൽ ഇവര് സ്റ്റഡി നടത്തിയിട്ട് പറയും ഇവിടെ പണ്ട് തൊട്ടേ തീരശോഷണത്തിന് സാധ്യതയുള്ള മേഖലയാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ കളിച്ചു വളർന്ന ഇടമാണത്. ഞാൻ വേലുന്നത് ഞങ്ങൾ കളിച്ചു വളർന്ന ഇടം. ഞങ്ങൾ ഫുട്ബോൾ കളിച്ചും അന്ന് 2-3 കോർട്ടുകൾ എഴുതേണ്ട തീരം അവിടെ ഉണ്ടായിരുന്നു. അത്രത്തോളം വിശാലമായിരുന്നു തീരം. ഇന്നവിടെ പോകാൻ പോലും അടുത്ത് നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം തിര നമ്മുടെ അടുത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊരു ഗ്ലോബൽ വാർമിങ്ങിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് കടലിലേക്കുള്ള നിർമ്മിതി തന്നെയാണ് എന്ന മത്സ്യത്തൊഴിലാളി സമൂഹം മുഴുവനും വിശ്വസിക്കുന്നു. ഇനി മറിച്ചാണ് എങ്കിൽ അതൊരു പഠനം നടത്തി തെളിയിക്കട്ടെ, ഞങ്ങൾ അംഗീകരിക്കാം ഇതൊരു ഗ്ലോബൽ വാർമിങ്ങിന്റെ പ്രശ്നം കാരണമാണ് ഇത്ര 7 വരി വീടുകൾ തീരദേശത്ത് നിന്ന് പോയിരിക്കുന്നതെന്ന്. വളരെ വളരെ കൃത്യം. ശ്രീ ജോൺസൺ പൂവന്തുരുത്ത്, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചു നോക്കുകയായിരുന്നു. 2015 ഏപ്രിൽ മാസം ഗവൺമെന്റ് ഓഫ് കേരള അതില് പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. The project is not financially viable and even with a substantial fund in the form of VGF, the financial viability does not improve. അതായത് ഒരു 40% ഗ്രാന്റ് ആയിട്ട് നൽകിയാൽ പോലും വിഴിഞ്ഞം പദ്ധതി ലാഭകരമല്ല എന്ന് കൃത്യമായ റിപ്പോർട്ട് നമ്മുടെ സംവിധാനത്തിലുണ്ട്. ഒഫീഷ്യലി സർക്കാരിന്റെ പഠനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു തരത്തിലും ലാഭം ഇല്ല എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഓരോ വർഷവും ഈ തീരശോഷണം, അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭവനം ഇല്ലാതാകുന്നു, മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതമൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്നത്. എല്ലാ അർത്ഥത്തിൽ നോക്കിയാൽ മാത്രമല്ല, ഏതാണ്ട് 500 കോടിയോളം രൂപയുടെ പുനരധിവാസ പദ്ധതിയൊക്കെ മുന്നിലോട്ട് വെക്കുന്നുണ്ട്, അത് കടലാസിലാണെങ്കിൽ പോലും. അപ്പോൾ ഒരു തരത്തിലും ലാഭമില്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു സർക്കാർ
ആ കമ്പനിയുടെ പ്രതിനിധി എന്ന പോലെ ഇവിടെ പെരുമാറിക്കൊണ്ട് ഇത്തരം സംവിധാനങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് സംശയിക്കേണ്ടത് ശ്രീ ജോൺസൺ പൂവന്തൂരത്ത്? ഈ വിഴിഞ്ഞം പദ്ധതി നിലവിൽ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തീരശോഷണം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ബോധ്യം അധികാരികൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അച്ഛൻ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 475 കോടി തീരശോഷണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് ഒരു പാക്കേജായിട്ട് 475 കോടിയുടെ ഒരു പദ്ധതി അത് ഉമ്മൻചാണ്ടി സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. പക്ഷെ അത് പിന്നീട് നടപ്പായില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതിയിലെ ഒരു മുഖ്യ കാര്യം. ഇത്രയും പണം മുടക്കി ഉണ്ടാക്കുന്ന ഈ പോർട്ട് ഇത് തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്താണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. ഭാവിയിൽ ഇപ്പോഴല്ലെങ്കിലും ഭാവിയിൽ ഇന്ത്യക്ക് ഗുണകരമാകുന്ന രീതിയിൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് ഈ പോർട്ട് സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിനെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ന്യായവാദങ്ങളിൽ പ്രധാനം. ശരി. അതോടൊപ്പം തന്നെ ശ്രീലങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ ഭാവിയിൽ ഈ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയും ഒക്കെ അവർ ഈ കൂട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും വലിയ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിനൊന്നും ജനങ്ങൾ എതിരല്ല. ഇപ്പൊ ഈ പ്രോജക്റ്റ് ഇത്രയും പാതി വഴിക്കായ ഒരു പ്രോജക്റ്റ് ഇപ്പൊ ഇനി ഇത് നിർത്തിവെക്കാൻ പറ്റുമോ, ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതെ, നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടത് ഇതിന്റെ ദുരിത ഫലം അനുഭവിക്കുന്നവരുടെ. ജോൺസൺ, എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. നഷ്ടമുണ്ടെന്ന് ഉറപ്പാണ്. എല്ലാ അർത്ഥത്തിലും അത് ജനങ്ങൾക്ക്, പരിസ്ഥിതിക്ക്, ഭൂമിക്ക്, ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം ഇത് നഷ്ടമാണ്. ഈ പദ്ധതിയിൽ 100% ഉറപ്പുള്ള ഒരു ഭരണകൂടം, ആ ഭരണകൂടം ആ പ്രസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന നിലയിൽ ഈ ദിവസങ്ങളിലെല്ലാം കമ്മ്യൂണിക്കേഷൻസ്, അതിന്റെ പ്രസ് റിലീസ് എന്ന പോലെയാണ് മന്ത്രിമാർ പോലും എഴുതി വായിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അഡാനിയുടെ പണത്തിന്റെ ആ ഒരു മുഴുപ്പിലാണോ, അല്ലെങ്കിൽ അഡാനി വെച്ചു നീട്ടിയ പണത്തുണ്ടുകൾക്ക് വേണ്ടിയാണോ ഈ സാധാരണക്കാരായ, ഈ പാവപ്പെട്ട ലക്ഷക്കണക്കിന്, നൂറുകണക്കിന്, ആയിരക്കണക്കിന് മനുഷ്യരെ ഇവർ അവഗണിക്കുന്നത് നമ്മുടെ സംവിധാനങ്ങൾ? ആ സംശയം ന്യായമല്ലേ? അങ്ങനെ ഒരു സംശയം സാധാരണക്കാർക്കും ഇതിന് ഇരയാകുന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാകാം. അവർക്ക് ആ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള അവകാശവും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം ഈ വികസന പദ്ധതികൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അതിനെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ വികസന വിരോധികളായിട്ട് മാറ്റുന്ന ഒരു പതിവുണ്ട്. ഇതൊക്കെ നടപ്പാക്കിയെടുക്കുന്ന ഇതുപോലെയുള്ള വൻകിട പ്രോജക്റ്റുകൾ ഇപ്പോൾ കേരളത്തിലേക്ക് വന്ന അത് ജനങ്ങൾക്ക് എത്രത്തോളം ഭാവിയിൽ പ്രയോജനപ്പെടും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഊഹാപോഹ കണക്കുകൾ മാത്രമേ ഉള്ളൂ. അത് ഭാവിയിൽ ഈ പറയുന്ന രീതിയിൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുമോ അതോ ബാധ്യതയായി മാറുമോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. ഇപ്പൊ നമ്മള് കൊച്ചി മെട്രോ വലിയ കുട്ടിഘോഷത്തോടെ തുടങ്ങി വലിയ വിപ്ലവം വരും. എറണാകുളം നഗരത്തിലെ ട്രാഫിക് ബ്ലോക്ക് മുഴുവൻ ഇതോടെ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞാണ് നമ്മള് കൊച്ചി മെട്രോ നടപ്പാക്കിയത്. അത് ഇപ്പോൾ നഷ്ടത്തിലാണ്. ഒരു ദിനം പ്രതി അല്ലെങ്കിൽ മാസങ്ങൾ, കോടികൾ നഷ്ടത്തിലാണ് കൊച്ചി മെട്രോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കൊച്ചി മെട്രോ വന്നിട്ടും എറണാകുളം നഗരത്തിലെ തിരക്കൊഴിയുവോ അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് മാറുവോ മറ്റൊന്നും ചെയ്തിട്ടില്ല. കുറെ പേര് അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഏത് വികസന പദ്ധതികളും സർക്കാരുകളും മുന്നോട്ട് വെക്കുമ്പോഴത്തേക്ക് അത് ഞങ്ങൾ ഇത് നടപ്പാക്കി, ഞങ്ങൾ വലിയ വികസനം കൊണ്ടുവന്നവരാണെന്ന് കാണിച്ചുകൊണ്ട്, ഞങ്ങൾ വികസനത്തിന്റെ വക്താക്കളാണെന്ന് കാണിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിലേക്ക് വോട്ടിന് വേണ്ടി ചെല്ലണം. ഇപ്പൊ കേരളയിൽ കൊണ്ടുവന്നവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. ഞങ്ങളാണ് കേരളയിൽ കൊണ്ടുവന്നത്, ഈ കേരളയിൽ വലിയ വികസന പദ്ധതിയാണ്. പക്ഷേ ജോൺസൺ ഇവിടെ വോട്ട് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരം വലിയൊരു സമൂഹത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുത്തുന്ന ഒരു പദ്ധതിയിലേക്ക് സർക്കാർ മാറണമെന്നില്ല. അപ്പോൾ വോട്ടിനേക്കാളും നോട്ടിന് ഇവിടെ പ്രാധാന്യമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വോട്ടിനേക്കാളും വലിയ നോട്ട് കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഏത് തീരുമാനവും എടുക്കുന്ന സംവിധാനങ്ങളാണ് ഈ നാട്ടിലുള്ളത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ജോൺസൺ, അങ്ങനെ സംശയിക്കുന്നവരും അതിനെ ആ രീതിയിലേക്ക് നിലപാടെടുക്കുന്നവരും. ശ്രീ ഫാദർ ഷജിന് പോകേണ്ടതുള്ളത് കൊണ്ട് മാത്രം ഞാൻ ശ്രീ ഗ്ലിവേസ് അലക്സാണ്ടറിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാദർ ഷജിനിലേക്ക് അവസാനമായിട്ട്, ഫാദർ ഷജിൻ, ഇവിടെ ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും പദ്ധതി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിലേക്ക് നമ്മുടെ സമരസമിതിക്ക് ആവശ്യമുണ്ടോ? അതോ ഈ പുനരധിവാസ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുക, സർക്കാർ ഉറപ്പ് നൽകുക,
അത് ആ നിലയ്ക്കാണോ നമ്മൾ പദ്ധതി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് ശരിക്കും ഏറ്റവും ഒടുവിൽ നമ്മുടെ തീരുമാനം എങ്ങനെയാണ്? ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് നടക്കപ്പെട്ടിട്ടുള്ള വികസനങ്ങളുടെ ഫലമായി അതിന് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്തുമാത്രം സർക്കാരിന് ഇത് പുനരധിവസിപ്പിക്കാൻ സാധിച്ചു എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. മൂലംപള്ളി ഒരു റെയിൽവേ അതിലൂടെ പോയത് കാരണം കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഇന്നും അത് അതിന്റെ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നില്ല, അവരുടെ അവകാശങ്ങൾ തന്നെയാണ്. പുനരധിവാസം നടത്തി തീർക്കാൻ സാധിക്കാത്തൊരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മനോരമയുടെ എഡിറ്റോറിയൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു സ്റ്റാൻഡാ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ എതിരല്ല, പക്ഷെ അത് പഠനം നടത്തട്ടെ. ഞങ്ങൾ വീണ്ടും പറയുന്നു, പഠനം നടത്തുമ്പോൾ ഉറപ്പാണ് ഇത് കാരണമാണ് തീരശോഷണം സംഭവിക്കുന്നത് എന്ന്. ഇനി സംഭവിക്കുന്നത് 1 വർഷത്തേക്ക് 2 വർഷത്തിൽ പദ്ധതി പൂർത്തിയാകുന്നത് വരെയല്ല, കാലാകാലങ്ങളിൽ നടക്കാൻ പോകുന്ന ഒരു തീരശോഷണത്തെ കുറിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് തന്നെ. അതുകൊണ്ട് ആദ്യം പഠനം നടക്കട്ടെ. പഠനം നടന്നതിന് ശേഷം ഇത് കാരണമാണ് തീരശോഷണമെങ്കിൽ ശക്തമായിട്ട് എതിർക്കുകയും നടപടി നടത്തിവെക്കുകയും ചെയ്യും. അല്ല, അത് കാരണമല്ല തീരശോഷണം സംഭവിക്കുന്നതെങ്കിൽ പിന്നെ എനിക്കൊന്നും അത് വിത്ഡ്രോ ചെയ്യുന്നതിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം അത് ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ്, ശാശ്വതമായ പ്രതിഭാസമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള. പക്ഷേ ഇത് തീരശോഷണത്തിന്, അതുകൊണ്ട് തന്നെ തീരദേശവാസികളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഏതറ്റം വരെ പോയിട്ട് വേണമെങ്കിലും അത് നിർത്തിവെക്കാൻ വേണ്ടി അതിരൂപത ഒപ്പമുണ്ടാകും. ശരി ക്ലേവിസ്, ഇവിടെ പല രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. ഇത് ആഗോളതാപനത്തിന്റെയാണെന്ന് ഞാൻ ആദ്യഘട്ടത്തിൽ ഫാദറിനോട് ചോദിച്ചതുപോലെ, ശരിക്കും അങ്ങ് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. കഴിഞ്ഞ ഈ കുറെ കാലങ്ങൾക്ക് ശേഷം, ഈ പോർട്ടിന്റെ പണിക്ക് ശേഷം അല്ലെങ്കിൽ അതിനുശേഷം എങ്ങനെയാണ് ഈ സമൂഹത്തിലെ ജനങ്ങളുടെ ജീവിതം മാറിയത്? ഏതൊക്കെ തലത്തിലാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്? അവർ നേരിട്ട് കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് ഈ പോർട്ടിന്റെ പണികൾക്ക് ശേഷം? ഒന്ന് നമുക്ക് കേൾക്കാമോ? തീർച്ചയായും തുടരൂ. അച്ഛൻ ഇവിടെ ഷാജിനച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് ഈ വിഴിഞ്ഞം പോർട്ടിന് വടക്കു ഭാഗത്തായിട്ട് വലിയ തീര നഷ്ടമാണ് സംഭവിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന രീതിയായിരുന്നു കമ്പവല. ഈ കമ്പവല പൂർണ്ണമായും ഏറെക്കുറെ അത് അവസാനിച്ച മട്ടിലാണ്. ഒരു കമ്പവല എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 25-50 കുടുംബങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അതിനെ ആശ്രയിച്ചാണ് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. അതൊക്കെ എല്ലാം അവസാനിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം ഈ തുറമുഖം നിർമ്മാണം തുടങ്ങി. നമുക്കറിയാം, പുല്ലൂരിലൊക്കെ ചിപ്പി എടുത്തിരുന്ന മനുഷ്യർ, അവർക്ക് പുനരധിവാസം കൊടുത്ത് എന്നൊക്കെ പറയുന്നു. ഈ മനുഷ്യരൊക്കെ അവിടെ നിന്ന് ആ തൊഴിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു എന്നതാണ് പുല്ലൂർ. അവരിൽ ഈ പറഞ്ഞ പോലെ ലത്തീൻ കത്തോലിക്കരല്ല, അവർ ഹൈന്ദവ അല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങളിൽ ായി അവരുമായി നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ അവരുടെ ആശങ്കകളും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ജനത്തെയും ഈ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ധാരാളം ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ ഭാഗത്തു നിന്ന് ചിപ്പി എടുത്തും മറ്റൊക്കെ ഉപജീവനം നടത്തിയിരുന്ന മനുഷ്യരൊക്കെ എല്ലാം അവരുടെ തൊഴിൽ മഞ്ഞ നാളെ അവർക്ക് നമുക്കറിയാം, ഈ ലോട്ടറി 1ഉം 2ഉം ഒക്കെ അടിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? ഇപ്പോ സർക്കാർ കൊടുക്കുന്ന ഈ പുനരധിവാസ പാക്കേജുകൾ, ഇത് ഈ വാങ്ങുന്ന മനുഷ്യൻ ചിലപ്പം ഗുണപ്പെട്ടേക്കാം, അയാളുടെ ആയുസ് അവസാനിക്കുന്നവർ ഗുണപ്പെട്ടേക്കാം. പക്ഷേ ആത്യന്തികമായി അതിന്റെ പിൻതലമുറക്കാർ അല്ലെങ്കിൽ ഈ തദ്ദേശീയ ജനതയായി അല്ലെങ്കിൽ ഒരു സംസ്കാരമായി ഒരു സംസ്കൃതിയായി കടലിന്റെ തീരങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അവിടെ നിന്ന് പൂർണ്ണമായും യഥാർത്ഥത്തിൽ വളരെ തന്ത്രപൂർവ്വം മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ വലിയൊരു ഗൂഢാലോചനയാണ്, നമ്മളിത് മനസ്സിലാക്കണം. ഇപ്പോ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് 2018 നടത്തിയ പഠനത്തിൽ കേരളത്തിലെ 60% തീരപ്രദേശങ്ങളും 2018 നടത്തിയത്. നമ്മുടെ അദാനി പോർട്ടിന്റെ നിർമ്മാണത്തിന് തുടങ്ങിയതിനു ശേഷം കേരളത്തിലെ 60% തീരപ്രദേശവും തീരങ്ങളും എടുത്തു പോകുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരം വിമാനത്താവളമൊക്കെ എന്ന് കടലെടുക്കുമെന്ന് മാത്രം നോക്കിയിരുന്നാൽ അപകടകരമാണ്. അത്ര അപകടകരമായിട്ടാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ അദാനി പോർട്ടിന്റെ നിർമ്മാണം തുടങ്ങിയ ശേഷം നമ്മുടെ തിരുവനന്തപുരം തീരപ്രദേശത്തെ നമുക്കറിയാം ഏറ്റവും അടുത്ത് പോയി നമ്മൾ പാരുകൾ എന്ന് പറയും, പലതരത്തിലുള്ള പാരുകൾ, അവിടെ കല്ലുകളാണ്, അവിടെയാണ് മത്സ്യത്തിന്റെ പല
പല വ്യത്യസ്തമായ പിന്നെ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ, ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ പാരുകൾ. ആ പാരുകളിലെ മത്സ്യബന്ധനം പാടേ നിലച്ചു. എന്നുവെച്ചാൽ അതിനെ ആശ്രയിച്ചിരിക്കുന്ന പരമ്പരാഗത കട്ടമരത്തിൽ തുഴഞ്ഞ് പോകുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികൾ, അതൊക്കെ കരിങ്കുളവും പൂവാറും അതുപോലെ തന്നെ അടിമലത്തുറയിലുമൊക്കെ ധാരാളം അത്തരത്തിലുള്ള മനുഷ്യരുണ്ട്. അവരുടെ അന്നം മുട്ടിയിരിക്കുകയാണ്. അപ്പോ കടലിന്റെ പരിസ്ഥിതിയിൽ വലിയ മാറ്റം, തീരദേശത്തെ കടലിന്റെ പരിസ്ഥിതിയിൽ വലിയ മാറ്റം, എന്തെങ്കിലും ആധികാരികമായ പഠനം ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ടോ? ഇതൊന്നും നടത്താതെ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇതൊരു ദേശീയ ഗൂഢാലോചന മാത്രമല്ല, അന്തർദേശീയ ഗൂഢാലോചനയാണ്. ശ്രീ ജോൺസൺ, ഈ സമരം ഒരുപക്ഷെ സർക്കാർ ചർച്ചയിലേക്ക് എത്തിയേക്കാം. ഈ നേതാക്കന്മാരെ എല്ലാം കണ്ട്, അഭിബന്ധ്യ പിതാവിനെയൊക്കെ നേരിട്ട് കണ്ട് തന്നെ ഒരുപക്ഷെ ഒരു ചർച്ച അതിനൊക്കെയുള്ള സാധ്യത കാണും. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സമൂഹം ഈ വാക്ക് വിശ്വസിക്കുക എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമാകുന്നു. കാരണം അവരുടെ മുൻ അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള ഭംഗി വാക്കുകളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള അനുഭവങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. പക്ഷെ എങ്ങനെയായിരിക്കും സർക്കാർ ഇതിനകത്തൊരു പോംവഴി കാണുക? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയപരമായിട്ട് തന്നെ വലിയ പ്രത്യാഘാതം, അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മന്ത്രി തന്നെ ഈ ആ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു മന്ത്രിസഭയിൽ നിന്ന് കണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കുക തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, അടിയന്തരമായി എടുക്കേണ്ട തീരുമാനം കൂടിയാണ്. അങ്ങനെയെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ കൈക്കൊള്ളാൻ പോകുന്നതെന്നാണ് അങ്ങയുടെ ഒരു നിഗമനം, അല്ലെ പ്രതീക്ഷ? ശരിക്കും പറഞ്ഞാൽ ഈ മലയോരത്ത് നമ്മുടെ കേരളത്തിലെ 2 വിഭാഗം ജനങ്ങൾ പതിവായിട്ട് സമര രംഗത്താണ്. കാരണം അവരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനും നിയമങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും വരുന്ന പ്രതിസന്ധികളെ മറികടക്കുവാൻ വേണ്ടിയുള്ള നിരന്തര പോരാട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 2 വിഭാഗം ജനങ്ങളാണ്. ഒന്ന് മലയോരത്തുള്ളവരും മറ്റൊന്ന് തീരദേശത്തുള്ളവരും. നിരന്തരം സമരത്തിൽ ഏർപ്പെടേണ്ട, നിയമങ്ങളും മറ്റ് കുരുക്കുകളും അവരുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത്. ഇത് മലയോരത്തുള്ളവരുടെ പുനരധിവാസത്തെക്കാളും വളരെ ദയനീയമായ സ്ഥിതിയാണ് തീരത്ത് നിന്ന് മാറ്റപ്പെടുന്നവരുടെ കാര്യം എന്നുള്ളതാണ് വസ്തുത. കാരണം അവരുടെ ഉപജീവനം എന്ന് പറയുന്നത് അവരധിവസിക്കുന്ന ആ തീരവും ആ കടലിനോട് ചേർന്ന് കിടക്കുന്നതാണ്. അവരെ വേറൊരു ദേശത്ത് കൊണ്ടുപോയി പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കടലിനോട്, അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. തങ്ങളുടെ ഉപജീവനം നഷ്ടമാകുമോ എന്നുള്ള ആശങ്കയാണ് കടലിന്റെ മക്കളെ ഏറ്റവും കൂടുതൽ ഈ സമരരംഗത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ കടലിനോട് ചേർന്ന് തന്നെ പുനരധിവാസം ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഏതൊരു സമൂഹത്തിന്റെയും അവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള അവകാശത്തെ ഹനിക്കാത്ത രീതിയിലുള്ള പുനരധിവാസം ഉറപ്പുവരുത്തുവാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഈ പ്രശ്നം കൂടുതൽ വഷളാക്കാതെ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ 7 നിര വീടുകൾ നഷ്ടപ്പെട്ടു പോയെന്ന് അച്ഛൻ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം നേരിട്ട് അനുഭവിക്കുന്ന കാര്യമാണത്. അപ്പൊ തീർച്ചയായും ഈ മനുഷ്യർ ഇപ്പൊ സ്കൂൾ വരാന്തകളിലും മറ്റുമായി മാസങ്ങളായിട്ട് അവരുടെ ജീവിതം തള്ളി നിൽക്കുകയാണ്. അവർക്ക് അടിയന്തരമായിട്ട് പുനരധിവാസം ഒരുക്കിയിട്ട് മാത്രമേ ഇനി വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതാണ് അതിന്റെ ധാർമ്മികമായ ശരിയായ ഒരു നിലപാട് എന്ന് പറയുന്നത്. സർക്കാർ അടിയന്തരമായിട്ട് ഇതിന്റെ ഇരകളായി കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് പുനരധിവാസം ഒരുക്കി കൊടുത്തിട്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനുവേണ്ടി അടിയന്തരമായിട്ടുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനി ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചയും അല്ലെങ്കിൽ കളക്ടർമാരെ ഇറക്കിയുള്ള ചർച്ചയും മന്ത്രിമാരെ തന്നെ ഇറക്കിയുള്ള ചർച്ചയൊന്നും കൂടുതൽ ഫലപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മന്ത്രിമാരൊക്കെ പലവട്ടം ഇങ്ങനെ ചർച്ചകൾക്ക് അരമനകളിലൊക്കെ ചെന്നിട്ടുള്ളതാണെന്ന് തന്നെ, മന്ത്രിസമിതിയൊക്കെ ചെന്നിട്ടുള്ളതാണെന്ന് തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. എന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഇനി ഉത്തരവാദിത്വത്തോടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി ഈ ഇതിൽ ചർച്ച നടത്തുകയും എന്താണോ ഈ ജനതയുടെ പ്രശ്നമെന്നുള്ളത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു പരിഹാരവും പുനരധിവാസവും അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉറപ്പുവരുത്തുകയും ചെയ്തില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടികൾ വരും കാലങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ലെവിനസ്, അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് സാങ്കേതിക തകരാറുണ്ടായിരുന്നു. അങ്ങ് പറഞ്ഞു വന്ന കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാം. അതായത് ഈ അങ്ങ് ഇവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഇതൊരു ആഗോളതലത്തിൽ ഇതിന്റെ പിന്നിൽ ചില കറുത്ത കരങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് അങ്ങ് അതുകൊണ്ട് ഉദ്ദേശിക്കുക? സ്വീഡൻ 35,000 അമേരിക്കൻ ഡോളറാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിവർഷം, ഒരു മത്സ്യത്തൊഴിലാളിക്ക് പ്രതിവർഷം എന്താ പറയാ സബ്സിഡി ആയി കൊടുക്കുന്നത്.
നെതർലാൻഡ്സ് 75,000 അമേരിക്കൻ ഡോളറാണ് സബ്സിഡി ആയി കൊടുക്കുന്നത്. ഈ രാജ്യങ്ങളോടൊന്നും തിട്ടൂരമിടാൻ നമ്മുടെ ലോക വ്യാപാര സംഘടനയ്ക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളോട് അവർ പറയും 2 വർഷത്തിനകത്ത് ഇവർക്ക് കൊടുക്കുന്ന സബ്സിഡി നിർത്തലാക്കണമെന്ന് പറയുക. മണ്ണെണ്ണ സബ്സിഡി കൊടുക്കുന്നില്ല കേരളത്തിൽ ഉൾപ്പെടെ. എങ്ങനെയാ 2014 അതും ഈ സമരത്തിന്റെ മറ്റൊരു വിഷയമാണ്, പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് ഈ മണ്ണെണ്ണ പ്രശ്നം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് 2014 നമുക്ക് 50 രൂപ മണ്ണെണ്ണയുടെ വില 50 രൂപയായിരുന്നപ്പോൾ 25 രൂപ 1 ലിറ്ററിന് സബ്സിഡി കൊടുത്തിരുന്നു. ഇപ്പോൾ മണ്ണെണ്ണ 130, 150 രൂപ പിന്നിട്ടു. കരിഞ്ചന്തയിൽ 200 രൂപയ്ക്ക് 175 രൂപയ്ക്കും 1 ലിറ്റർ മണ്ണെണ്ണ വാങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. ഒരു പ്രാവശ്യം ഒരു ദിവസം അവർക്ക് കടലിൽ പോയി വരുമ്പോ 10,000 രൂപയിൽ കൂടുതലായി മണ്ണെണ്ണയ്ക്ക് വേണ്ടി വരുന്നു. അത്രയ്ക്ക് മീൻ കിട്ടുന്നില്ല. അപ്പൊ കുടുംബങ്ങൾ പട്ടിണിയിലാണ്, കടക്കണി. മണ്ണെണ്ണയ്ക്ക് ഇപ്പോൾ സബ്സിഡി ഇല്ല, അതാണ് അങ്ങ് പറയുന്നത്. സബ്സിഡി ഇപ്പൊ കൊടുക്കുന്നില്ല. 25 രൂപ അന്ന് 2014 സബ്സിഡി, അതും ഇപ്പോ 3-4 മാസമായി അവർക്ക് കൊടുക്കുന്നില്ല. സബ്സിഡി മണ്ണെണ്ണയെ കൊടുക്കുന്നില്ല. എൻജിൻ പരിശോധനയുടെ പേരിൽ അതിന്റെ ആ പ്രോസസ് നടക്കുന്ന പേരിൽ 3 മാസമായി അത് കൊടുക്കുന്നില്ല. അപ്പോ 2014 50 മണ്ണെണ്ണയ്ക്ക് 50 രൂപ വിലയുണ്ടായിരുന്നപ്പോൾ കൊടുത്ത 25 രൂപ സബ്സിഡിയാണ് മണ്ണെണ്ണ 100-125 മിനിറ്റോട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ. അപ്പോ ഇങ്ങനെ എല്ലാ തരത്തിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിച്ച് അവരെ കൊണ്ട് ഇത് സാധ്യമല്ല, ഈ തൊഴിൽ സാധ്യമല്ല, ഇത് ലാഭകരമല്ല, ഇതിനെ കടലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന ബോധ്യം വരുത്തി അവർക്ക് ഇന്നലെ വരെ ലഭിച്ചുകൊണ്ടിരുന്ന, നമുക്കറിയാം ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ കിട്ടുന്നത് മണ്ണെണ്ണയ്ക്കും അതുപോലെ വലയ്ക്കുമായി ഒരു വർഷം കൊടുക്കുന്ന സബ്സിഡി 15 അമേരിക്കൻ ഡോളർ. തുടക്കത്തിൽ സൂചിപ്പിച്ചു. എത്രയാ? 1200 രൂപ മാത്രമാണ്. അപ്പുറത്ത് അവിടെ സ്വീഡനും നെതർലാൻഡ്സും ഒക്കെ അവിടുത്തെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാരമായി സംഭാവന ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ ജീവിതം, അവിടെ ഉദ്യോഗസ്ഥന്മാരെക്കാളും വളരെ ആർഭാടമായ സന്തുഷ്ടമായ ജീവിതം അവിടെ നയിക്കുമ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം, ഇത് നമ്മുടെ രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ അടിസ്ഥാന ജനതയെ കുറിച്ചുള്ള കോൺസെപ്റ്റുകളുടെ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. ഇവർക്ക് ഭയഭക്തി ബഹുമാനങ്ങൾ ആരോടാണ്? നമ്മൾ ഈ പറഞ്ഞ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് മുതൽ, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് മുതൽ, ഈ പറയുന്ന തയ്യാറാക്കുന്ന ഭരണാധികാരികളുടെ എക്സിക്യൂട്ടീവിന്റെ കണ്ണിൽ ആദിവാസിയും പെടില്ല, മത്സ്യത്തൊഴിലാളിയും പെടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റുകൾ ആർക്ക് വേണ്ടിയാണ്? യജമാനന്മാർ അവരാണ്. നമ്മുടെ ഇന്ത്യ എന്നതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന സമരങ്ങളെ, കർഷക സമരം എന്തിനെതിരായിരുന്നു? ആ ബില്ലുകൾ ആർക്ക് വേണ്ടിയായിരുന്നു നമുക്കറിയാം. അപ്പം അതുപോലെ തന്നെയാണ് ഓരോ പദ്ധതികളെയും ഇത് തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണം. മാധ്യമങ്ങൾ തുറന്ന ചർച്ചയ്ക്കും തുറന്ന സംവാദത്തിനും ആശയവിനിമയത്തിനും എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്, എന്താണ് ഓരോ പദ്ധതികളിലൂടെ ഇത്തരത്തിൽ വികസനം എന്നിവിടെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ഓരോ തരത്തിലും സാമ്പത്തിക നേട്ടമില്ലാത്ത, ഈ രാജ്യത്തിന് ഒരു ഗുണവുമില്ലാത്ത, ഇപ്പൊ പറയും നമുക്കറിയാം ഈ അടിസ്ഥാന ജനത്തെ ഒഴിപ്പിച്ചു വിടാൻ വേണ്ടി ഇവർ എടുക്കുന്ന 2 പ്രധാനപ്പെട്ട, 1 വികസനം, 2 ഈ പറഞ്ഞതുപോലെ ദേശീയത. ഇപ്പോ ചൈനീസ് ആക്രമണം ഉണ്ടാകും. അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു പിന്നെ ശ്രീലങ്കൻ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഇവിടെ ഇത് പ്രകൃതിദത്ത അല്ലെങ്കിൽ നമുക്ക് വലിയ ഡിഫൻസ് ആ രീതിയിൽ പ്രതിരോധ മേഖലയിൽ വലിയ ഇതൊക്കെയാണ്, മുതൽക്കൂട്ടാണ്. ചില പ്രൊഫൈലുകളിൽ നിന്ന് പറയുന്നു, ചില പ്രൊഫൈലുകളിൽ പറയുന്നു ആ പരസ്യ മത്സ്യത്തൊഴിൽ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊല്ലാനാണ് പറയുന്നതിന്റെ പ്രിയപ്പെട്ടവരെ. അത്ര രൂക്ഷമായി ഞാൻ അതിനെ വൈകാരികമായി നമ്മൾ സമീപിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരണം. ഈ കേരളത്തിൽ നടക്കുന്ന വികസന പദ്ധതികളുടെ അജണ്ട എന്താണ്? ആർക്ക് വേണ്ടിയാണ്? 1932 GV രാജ ഗോദവർമ്മ രാജ ഉണ്ടാക്കിയ തിരുവനന്തപുരം എയർപോർട്ട്, അതിനെ വിറ്റ് അദാനിക്ക് കൊടുക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു എളുപ്പം തോന്നിയിട്ടില്ല. അപ്പോ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഈ പൈതൃക സ്വത്തിനെ ഓരോന്നും ഇതം വിറ്റിട്ട് ഇവർ വികസനത്തെ കുറിച്ച് പറയാം. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഈ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ലാഭത്തിൽ പ്രവർത്തിപ്പിച്ച ഏതെങ്കിലും ഒരു പദ്ധതി ഇതുപോലെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കൊച്ചിൻ നമ്മുടെ മെട്രോയുടെ അവസ്ഥ പറഞ്ഞു, അതുപോലെ തന്നെ എറണാകുളത്തെ നമ്മുടെ വെള്ളാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ഇതിന്റെയൊക്കെ അവസ്ഥ ഈ കേരളത്തിൽ ഇങ്ങനെ കോടി രൂപ മുടക്കി ഇങ്ങനെ നടപ്പാക്കുന്ന പദ്ധതികളുടെ തൽസ്ഥിതി റിപ്പോർട്ട്, അതിന്റെ ഒരു ധവളപത്രം, ഇവയുടെ അവസ്ഥ എന്താണ്
എന്ന് നിങ്ങൾ ഈ ജനങ്ങൾ നികുതിദായകരെ അറിയിക്കൂ. എന്താ നിങ്ങൾ മുടക്കുന്ന ഈ പണം, കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഈ പണം, നിങ്ങൾ മണ്ണിനെയും പ്രകൃതിയെയും ജലത്തെയും എല്ലാം ചൂഷണം ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ പദ്ധതികളുടെ അടിസ്ഥാനപരമായി അവയുടെ നേട്ടമാർക്കാണ്, അവയുടെ അവസ്ഥ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കടം വാങ്ങിയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇതിന്റെ അമിത ഭാരം നികുതിയായി ജനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അവസ്ഥ ഇത് കൃത്യമായി പഠിക്കപ്പെടും. നമ്മുടെ ഈ കാലഘട്ടം ഇത് പഠിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആര് ചർച്ച ചെയ്യും? അപ്പൊ ഇത് മത്സ്യത്തൊഴിലാളികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മത്സ്യത്തൊഴിലാളികളുടെ മാത്രം ഒരു സമരമില്ല. എവിടെയോ കുറെ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ സമരം ചെയ്യുന്നതായി മാത്രം കണ്ടു മാറി നിൽക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കഴിയില്ല ഒരിക്കലും. എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. വീണ്ടും പുതിയ കോറികൾ ലൈസൻസ് കൊടുക്കുന്നു. കേരളത്തിന്റെ ഈ വളരെ ഫ്രജൈലായ ഭൂപ്രകൃതിയെ വീണ്ടും തകർത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് പ്രളയങ്ങൾ ആവർത്തിച്ചുണ്ടായിട്ടും നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് സാമ്പത്തികമായി കടക്കണിയിലേക്ക് കൊണ്ടുപോകും. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, സാമ്പത്തികമായി ഒരു ലാഭവുമില്ല, ആർക്കും തൊഴിൽ കിട്ടാൻ പോകുന്നില്ല. വെറും 600 പേർക്ക് സ്ഥിരം ജോലി കിട്ടാനാണ് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ ഇല്ലാതാക്കുന്നത്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും ജീവനമാർഗവും നഷ്ടപ്പെടുത്തിയിട്ട് 600 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന്. അതിനപ്പുറത്ത് ഒരാൾക്ക് പിന്നെ പറയുന്ന എന്താണ്? നമ്മള് അപ്രത്യക്ഷമല്ലാത്ത ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പണികൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഹോട്ടൽ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ടാക്സി ഓടിക്കണമെങ്കിൽ ഈ അദാനിപ്പൂർ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. താല്പര്യമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ജോലികളൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ജോലികളായിരിക്കും. ആ ജോലികളൊന്നും ഈ സമൂഹത്തിന്റെ ഈ വ്യവസ്ഥിതി, ഈ സംവിധാനത്തിൽ അവർക്ക് ആ ജോലികൾക്ക് അവർ യോഗ്യരാകാനും സാധ്യതയില്ല, അല്ലെ? അതാണ് നിങ്ങളുടെയൊക്കെ ആശങ്കകളുടെ മറ്റൊരു യോഗ്യത. ഞാൻ അതാ പലരും നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയെ കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞില്ല, ഇവിടത്തെ ശാസ്ത്രജ്ഞന്മാർ അവരുടെ പഠനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അതിനേക്കാൾ നേരെ ക്ലാരിറ്റിയോടെ പറയാൻ കഴിയുന്ന ശാസ്ത്ര, അതായത് അദാനിയുടെ പോർട്ട് വന്നാൽ അതുകൊണ്ട് അദാനിയുടെ പോർട്ട് വന്നു കഴിഞ്ഞാൽ കുറെ അധികം ആളുകൾക്ക് ജോലി കിട്ടും എന്നതാണ് സർക്കാരിന്റെ വാദം. അങ്ങനെയെങ്കിൽ ആ വാദം അത് ഈ പറയുന്ന വിസിലിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന എയർപോർട്ടിന്റെ തന്നെ പിന്നെ നമ്മുടെ തുറമുഖത്തിന്റെ തന്നെ പഠനത്തിൽ കൃത്യമായി അവർ തന്നെ പറയുന്നു. അത് മന്ത്രി വായിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ പോർട്ട് മന്ത്രി വായിക്കാത്തതാണ്. അദ്ദേഹത്തിന് വലിയ വായനാശീലമില്ല എന്ന് തോന്നുന്നു. ഈ സാധനങ്ങളൊക്കെ, ഈ പറയുന്ന റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹത്തെ പഠിച്ചിട്ടുണ്ടോ? അതിൽ പറയുന്നത് 600 പേർക്ക് നേരിട്ട് നിയമനം ജോലി, 600 പേർക്ക് ഈ പോർട്ട് കമ്മീഷൻ ചെയ്യാതാൽ 600 പേർക്ക് നേരിട്ട്, ബാക്കി 2000 തൊഴിലവസരങ്ങൾ എങ്ങനെയാ കിട്ടുന്നത്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുമായി ബന്ധപ്പെടാത്ത ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ജോലികൾ, അല്ലാതെ 10,000 ജോലി. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിങ്ങൾ അല്ലെങ്കിൽ 1000 പേർക്ക് ജോലി കൊടുക്കുമ്പോ ആയിരക്കണക്കിന് 10,000 തൊഴിലാളികളുടെ ഉപജീവനം, മത്സ്യബന്ധനം നേരിട്ടല്ലാതെ പിന്നെന്താണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ടെന്നറിയണം. അവരുടെ എല്ലാം ജീവിതത്തിനെ, അവരുടെ എല്ലാം വയറിനെ ഒക്കെ അടച്ചു കെട്ടുന്ന തരത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ ആളുകൾ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നത്, നേരത്തെ പറഞ്ഞത്, എല്ലാവരും ഒന്നുകിൽ ദേശീയതയുടെ കാര്യം പറയും, ദേശവിരുദ്ധരെന്ന് പറയും, അതല്ല എങ്കിൽ വികസന വിരോധി എന്ന് പറയും. നമുക്കറിയാം ഈ നമ്മുടെ കേരളിനെ കുറിച്ച് ഇതിന് തുടക്കത്തിൽ നമുക്ക് അതിലേക്കൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങ് പറയുന്ന ചുരുക്കം ഇതാണ്. തീർച്ചയായിട്ടും ഈ സമരം എല്ലാ അർത്ഥത്തിലും നീതിയുടെ പക്ഷത്തുള്ളതാണ്, ന്യായത്തിന്റെ പക്ഷത്തുള്ളതാണ്. അത് ഒരു പ്രത്യേക സമൂഹത്തിന്റെ, ഒരു മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ മാത്രമല്ല, ഇത് പൊതുസമൂഹത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. അതുകൊണ്ട് പൊതുസമൂഹം മുഴുവൻ പിന്തുണയും ഈ സമരത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് നൽകണം എന്നാണ് അങ്ങ് പറയുന്നത്, അല്ലെ? തീർച്ചയായും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് 2018 പ്രളയത്തിൽ മാത്രം പെട്ടെന്ന് സൈന്യമായ ഒരു ജനവിഭാഗമല്ല കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. 1741 കുളച്ചൽ യുദ്ധം, നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പറയാൻ മടിക്കുന്ന, മറച്ചു വയ്ക്കുന്ന ആ ഡച്ച് സൈന്യത്തെ തുരത്താൻ അന്ന് മാർത്താണ്ഡ മഹാരാജാവിന്റെ സേനയെ സഹായിച്ചത് ഈ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളി ചരിത്രമാണ്. അപ്പോ പശ്ചിമഘട്ടം നമ്മുടെ വടക്ക് പടിഞ്ഞാറ് നമ്മുടെ കേരളത്തെ സംരക്ഷിക്കുന്നത് പോലെ കേരളത്തിന്റെ തീരപ്രദേശത്തെ സംരക്ഷിക്കുന്ന ഒരു സൈന്യം തന്നെയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളി വിഭാഗം. അതിനാവശ്യമായ പിന്തുണ കൊടുക്കേണ്ടത്, അവർ ധർമ്മസമരത്തിൽ പിന്തുണ കൊടുക്കേണ്ടത്, അവരോടൊപ്പം ചേരേണ്ടത്, ഐക്യപ്പെടേണ്ടത് കേരളത്തിന്റെ മനസാക്ഷിയുടെ കടമയാണ്. മനസാക്ഷിയുള്ള ഒരു മലയാളിക്കും ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അവർ ഇതുമായി അണിചേരണം എന്നാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും വളരെ വളരെ വ്യക്തമാണ്. പ്രളയത്തിൽ കേരളം മുങ്ങിയപ്പോൾ ഒരു കൈത്താങ്ങായി അവരുടെ പേരോ വിലാസമോ ജാതിയോ മതവും ഒന്നും നോക്കാതെ അവരെ കോരിയെടുത്ത് ചേർത്ത് പിടിച്ച് സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു നൽകിയവരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ.
ഭംഗി വാക്കുകൊണ്ട് അവരെ കേരളത്തിന്റെ സൈന്യം എന്നൊന്നും വിളിച്ചാൽ സർക്കാരിന്റെ ഉത്തരവാദിത്തം അവിടെ തീരുകയില്ല. നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ, നമ്മൾ പ്രതിസന്ധിയിലായപ്പോൾ, സർക്കാർ സംവിധാനങ്ങൾ പോലും പകച്ചു നിന്നപ്പോൾ നമ്മെ കോരിയെടുത്ത ആ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാണിക്കാനുള്ള സുവർണാവസരമാണ് യഥാർത്ഥത്തിൽ സർക്കാരിനുണ്ടായിട്ടുള്ളത്. ഇവിടെ 10,000-കണക്കിന് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുവാൻ ഒരു പോർട്ട് കാരണമാകുന്നുണ്ടെങ്കിൽ, അതിന്റെ ഇടപെടലുകൾ കാരണമാകുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അടിയന്തരമായ ഇടപെടൽ എടുത്തുകൊണ്ട് സർക്കാർ പ്രതികരിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. ഇത് കേവലം ഒരു സമൂഹത്തിന് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും ഈ സമരത്തിന് പിന്തുണ നൽകുകയാണ്. അതിന് എത്രയും വേഗം ചർച്ചകൾ കൊണ്ടുപോകുവാൻ സർക്കാരുകൾക്ക് സാധിക്കട്ടെ. ഏറ്റവും ഉചിതമായ തീരുമാനം എടുത്തുകൊണ്ട് ഈ സൈന്യത്തിന്റെ, നമ്മുടെ സ്വന്തം മത്സ്യത്തൊഴിലാളികളുടെ യാതനയും വേദനയും ഒപ്പിയെടുക്കുവാൻ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത 3 പേർക്കും നന്ദി. ഷക്കീന ബിഗ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു.